എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത വിതരണത്തിന് കാത്തിരിക്കുകയാണ്. വിതരണ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് വിവരം. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പ്രഖ്യാപിച്ച് ആദ്യ വിതരണം ഫെബ്രുവരി മാസത്തിലാണ് നടന്നത്. ഇതിനുശേഷമുള്ള രണ്ടാമത്തെ വിതരണത്തിനാണ് കാത്തിരിക്കുന്നത്. 16 ലക്ഷത്തോളം ആളുകൾ അപേക്ഷ നൽകിയപ്പോൾ 10 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ 20 ലക്ഷത്തിനടുത്ത് അപേക്ഷകൾ വരുമ്പോൾ 15 ലക്ഷത്തോളം ആളുകൾക്കെങ്കിലും ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവസാനമായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല. അപേക്ഷ നൽകിയിട്ടും പല പൊരുത്തക്കേടുകൾ കാരണം അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും തുക ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ള അതേ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആ സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ അങ്ങനെയും പരിശോധിക്കുക. കൃത്യമായിട്ട് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എങ്കിലും അടുത്ത വിതരണത്തിൻ്റെ സമയത്ത് 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും എത്തും. ഈ 1000 രൂപ ലഭിക്കുമ്പോൾ അതിനോടൊപ്പം അടുത്ത പെൻഷൻ വിതരണവും നമുക്ക് ഇപ്പോൾ സൂചനകളായിട്ട് പറയാൻ കഴിയും. ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും. അടുത്ത മാസത്തെ ഇലക്ഷന് മുമ്പ് ലഭിക്കും. അതായത് ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മാക്സിമം ആളുകൾക്ക് ലഭിക്കും. അപേക്ഷ നൽകിയിട്ടുള്ളവർക്കെല്ലാം അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു മാസത്തേത് ലഭിക്കും. മാത്രമല്ല മെയ് മാസത്തേത് മുൻകൂറായിട്ടും സ്ത്രീകൾക്ക് ലഭിക്കാനുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനോടൊപ്പം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുൻകൂറായിട്ട് ഒരു മാസത്തേത് നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസം ആയിക്കഴിഞ്ഞാൽ പുതിയ കടമെടുപ്പും പുതിയ സാമ്പത്തിക വർഷവുമാണ്. ആ ഒരു തരത്തിലുള്ള വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും വാഹിതയല്ല പുനഃവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 31 വരെയാണുള്ളത്. അതിനുള്ളിൽ എല്ലാ ആളുകളും അത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും. മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അടുത്ത പെൻഷൻ വിതരണം മാർച്ച് മാസത്തെ പെൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 24-ാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 25-ാം തീയതിയോടുകൂടി 2000 രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന്. അപ്പോൾ അത് കഴിഞ്ഞുള്ള പെൻഷൻ വിതരണം അത് ഈ പെൻഷൻ വിതരണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകില്ല. ആ ഒരു പെൻഷൻ കറക്റ്റ് സമയത്ത് ലഭിക്കുകയാണ് ചെയ്യുക. അതിനുശേഷവും നമുക്ക് പെൻഷൻ വലിയ താമസം ഇല്ലാതെ ലഭിക്കും. അതായത് ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്തായാലും ലഭിക്കും. ഇനി ഏപ്രിൽ മാസത്തെ മാത്രമാകില്ല, ചിലപ്പോൾ മെയ് മാസത്തെയും ആ ഏപ്രിൽ മാസത്തോടൊപ്പം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററും വിഷുവും നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേര് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് 2 ഗഡു പെൻഷൻ കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ 25-ാം തീയതിക്ക് ശേഷം, അതായത് അടുത്ത മാസം ഈ മാർച്ച് 25-ന് ശേഷം ഏപ്രിൽ 20-നുള്ളിലായിട്ട് ഈ 3 പെൻഷൻ 6000 രൂപ ഇലക്ഷന് പ്രമാണിച്ച് വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയിപ്പ് കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ചയായിരിക്കും ലഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.